വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഒരു ഹോൾ വീഡിയോ ആണ്. അത് ചെറിയ ഷോപ്പിംഗ് നടത്തിയിട്ടുണ്ടായിരുന്നു. അറ്റ് ദ സെയിം ടൈം കുറച്ച് ഓൺലൈൻ ഷോപ്പിങ്ങും ഉണ്ടായിരുന്നു. അന്നേരം അതെല്ലാം ഒന്ന് എൻ്റെ ഫ്രണ്ട്സ്, അതായത് എൻ്റെ വ്യൂവേഴ്സായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമെന്ന് കരുതി. അന്നേരം വൺസ് അഗെയിൻ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. അന്നേരം നമുക്ക് ഒട്ടും തന്നെ ടൈം കളയണ്ട, നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് കിടക്കാം. ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ വാങ്ങിച്ചത് ഒരു ക്രോസ് ബോഡി ബാഗാണ്. ഇതാണത്. ആക്ച്വലി എനിക്ക് ഈ കളർ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അതുപോലെ തന്നെ ഈ മെറ്റീരിയൽ എന്ന് പറയുന്നത് ഭയങ്കര സോഫ്റ്റാണ്. കണ്ടോ, നല്ല സോഫ്റ്റാണ്. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക് അല്ല. ഓക്കെ, ഇത് കാണുമ്പോൾ ഒരു പ്ലാസ്റ്റിക് പോലെ വീഡിയോയിൽ കാണുന്നുണ്ട്, പക്ഷേ ഇത് വേറെന്തോ ഒരു മെറ്റീരിയലാണ്. നല്ല ലാസ്റ്റിംഗ് മെറ്റീരിയലാണ്. അതുകൊണ്ട് ഞാനിത് വാങ്ങിച്ചത്. ഇത് നമുക്ക് ക്രോസ് ബോഡി ആയിട്ട് ഇടാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വയറ്റിലൊക്കെ കെട്ടിയിട്ട് പാസ്പോർട്ട്, അതുപോലെ തന്നെ അത്യാവശ്യം പുറത്ത് പോവുകയാണെങ്കിൽ ഒരു കാഷ്വൽ ഔട്ടിങ്ങിനൊക്കെ പറ്റുന്ന ഒരു ടൈപ്പ് ബാഗാണ്. പിന്നെ ഇതിന് ഫ്രണ്ടിലൊരു ഇതുപോലുള്ളൊരു ഉറയുണ്ട്. അതുപോലെ തന്നെ ഇതിനകത്തൊരു മെയിൻ കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഓക്കെ, ഇതാണ്. പിന്നെ അതിനകത്ത് പിന്നെയും ഒരു കമ്പാർട്ട്മെൻ്റ് ഉണ്ട്. ഇത് ആക്ച്വലി ബെയർ ആൻഡ് പോ എന്നും പറഞ്ഞ ഒരു ബ്രാൻഡിൻ്റെ ബാഗാണ്. സോ ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഈ കളറ്. ഞാൻ അതുകൊണ്ട് വാങ്ങിച്ചു. ഓക്കെ, സോ ഇതാണ് ഒരു ബാഗ്. ഇനി അടുത്തത് ഞാൻ ഷോപ്പിൽ നിന്ന് വാങ്ങിച്ചതാണ് ഈ ബാഗും. അതുപോലെ ഇനി കാണിക്കാൻ പോകുന്ന ഇതൊരു ക്ലെൻസറാണ്. മേക്കപ്പ് വീഡിയോ ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണുന്നുണ്ടാവും. ഇന്ന് നല്ല ആക്നെ പ്രോൺ സ്കിന്നാണ്. അത്യാവശ്യം ആക്നെയും കാര്യങ്ങളെല്ലാം ഉണ്ട്. ബ്ലാക്ക് മാർക്സ് ഉണ്ട്. അന്നേരം ദീപം ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഓയിൽ ബേസ്ഡ് ക്ലെൻസർ വേണമായിരുന്നു. അന്നേരം ഇതാണ് ആ ക്ലെൻസർ. ഇത് ആക്ച്വലി ഖത്തറിൽ അവൈലബിൾ ആണ്. എനിക്ക് ഇന്ത്യയിലുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇത് വീഗനാണ്. ഇതൊരു ക്ലെൻസിങ് ഓയിലാണ്. സോ ഞാൻ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് പറയാം. സോ ഖത്തറിലുള്ള എൻ്റെ വ്യൂവേഴ്സിന് ഇതിൻ്റെ ഫീഡ്ബാക്ക് ഞാൻ പറയുമ്പോൾ നിങ്ങൾക്കത് നല്ലതാണെങ്കിൽ യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, സോ ഇതാണ് ഒരു ക്ലെൻസിങ് ഓയിൽ. ഇനി അടുത്തത് ഞാൻ ഓൺലൈനിൽ നിന്ന് കുറച്ച് പർച്ചേസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അന്നേരം ഇത് ആക്ച്വലി 2 ദിവസമായി വന്നിട്ട്. അന്നേരം നമുക്കിന്നത് എന്തൊക്കെയാണ് വന്നതെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഫസ്റ്റ് ഓഫ് ഓൾ വന്നതെന്ന് പറഞ്ഞാൽ ഇത് ഐ ഷാഡോ ആപ്ലിക്കേറ്ററാണ്. എനിക്ക് ഐ മേക്കപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഞാനത് തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇത് ഐ ഷാഡോ ആപ്ലിക്കേറ്ററാണ്. ഇത് എനിക്ക് ഭയങ്കര യൂസ്ഫുള്ളാണ്. നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു മൊബൈൽ പൗച്ചാണ്. സോ ഇത് സിലിക്കോണിൻ്റെ ഒരു മൊബൈൽ പൗച്ചാണ്. എൻ്റെ മൊബൈൽ എപ്പോഴും എൻ്റെ കയ്യിൽ നിന്ന് വീണിട്ട് അതിൻ്റെ സ്ക്രീൻ പൊട്ടാറുണ്ട്. അന്നേരം കുറച്ച് നല്ലൊരു പൗച്ച് വേണമെന്നുണ്ടായിരുന്നു. സോ ഇത് ഒരു പൗച്ചാണ്. ഇത് അകത്ത് നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഒരു പൗച്ചാണ്. പുറത്ത് സിലിക്കോൺ കവറിങ് ആണ്. ഇത് നല്ല സ്ട്രോങ് ആണ്. ഇത് കാണുമ്പം നല്ല സ്ട്രോങ് ആണ്. ഇത് വീഡിയോയിൽ എത്രത്തോളം എനിക്കറിയില്ല, ബട്ട് ഇറ്റ്സ് വെരി സ്ട്രോങ്. നല്ലൊരു പൗച്ച്, എനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. സോ ഇത് കവറിൽ തന്നെ വെക്കാം. സോ നെക്സ്റ്റ് പിന്നെയും ഞാനൊരു പൗച്ചാണ് വാങ്ങിച്ചത്. മൊബൈൽ പൗച്ചസിനോട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. കാരണം നമുക്ക് ഡ്രസ്സിൻ്റെ കൂടെ മാറിയും തിരിഞ്ഞ് യൂസ് ചെയ്യാമല്ലോ. ഓക്കെ, ഇത് നല്ലൊരു പൗച്ചാണ്. പക്ഷേ ഇത് ഞാൻ കണ്ടപ്പം കരുതി ഇവിടെ ഇങ്ങനെ കുഷനാണെന്ന് കരുതി. ബട്ട് ഇത് കുഷനൊന്നുമല്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക് പോലത്തെ. എന്നാലും അത്യാവശ്യം കൊള്ളാം. വീഡിയോയിൽ പക്ഷേ ഒരു കുഷൻ പോലെയാണ് തോന്നിച്ചത്. പക്ഷേ ഇത് കുഷനല്ല, ജസ്റ്റ് ഒരു പ്ലാസ്റ്റിക്. ഒരു മൊബൈൽ കവർ. സോ അങ്ങനെ 2 മൊബൈൽ കവർ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ആദ്യം കാണിച്ച മൊബൈൽ കവർ അതായത് ഇത് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഐലൈനർ ബ്രഷാണ്. ഇതൊരു സെറ്റിനകത്ത് 3 ബ്രഷുണ്ട്. ഇതിൻ്റെ ആപ്ലിക്കേറ്റർ ഞാൻ ഓൺലൈനിൽ കണ്ടപ്പം അത്യാവശ്യം നല്ല ഫൈൻ ടിപ്പ് പോലെ എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ വാങ്ങിച്ചത്. അന്നേരം ഞാനത് പുറത്തെടുത്ത് കാണിച്ചു തരാം. ഓക്കെ, ഇത് 3 കവറിലായിട്ടാണ് വന്നിരിക്കുന്നത്. അതാണ്ട് ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല. ഇതാണ്ട് ഇങ്ങനെയാണിത്. ഓക്കെ, കാണാമല്ലോ. സോ ഫൈൻ ടിപ്പാണ്. ഇതൊരു കണ്ടോ, ആ ടിപ്പ് കണ്ടോ, നല്ല ഫൈൻ ടിപ്പാണ്. അതിന് നമുക്ക് നല്ല രീതിയിൽ നമുക്ക് ഐലൈനർ എഴുതാൻ പറ്റും. അതാണ് ഇതിൻ്റെ ഒരു പ്രയോജനം. സോ ഇത് 3 ഒരു സെറ്റിൽ തന്നെ 3 ഉണ്ടായിരുന്നു. അതോടെ ഞാനത് വാങ്ങിച്ചേ. ഒന്ന് ചള്ളായാലും അടുത്തത് യൂസ് ചെയ്യാമല്ലോ. ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ ഇതെന്താണാവോ, പ്രീമിയം മേക്കപ്പ് ബ്രഷ്. ഞാനൊരു മേക്കപ്പ് ബ്രഷ് ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതാണ്. ഇത് പൊട്ടിച്ച് നോക്കട്ടെ. അയ്യോ,
ഓ ഇത് സെറ്റ്, ഞാൻ സത്യം പറയാൻ മറന്നുപോയി ഇത് എന്തൊക്കെയാണ് ഓർഡർ ചെയ്തതെന്നുള്ളത്. ഇത് ആക്ച്വലി ഐ ഷാഡോ ബ്രഷാണ്. അറ്റ് ദ സെയിം ടൈം നമുക്കിത് ചെറിയ കൺസീലിങ് ബ്രഷൊക്കെ ആയിട്ട് യൂസ് ചെയ്യാം. ഇതൊരു സെറ്റിൽ 5 എണ്ണം ഉണ്ട്. സോ ഇതൊരു വെർത്ത് ബൈ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത്. വലിയ എമൗണ്ട് ഒന്നും ഇല്ല, അത്യാവശ്യം അഫോർഡബിൾ ആയിട്ടുള്ള എമൗണ്ട് ആയിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് ഐ ഷാഡോ ബ്രഷ്. നെക്സ്റ്റ് ഞാൻ വാങ്ങിച്ചതെന്ന് പറഞ്ഞാൽ ഇത് നെയിൽ പോളിഷ് റിമൂവർ ആണെന്ന് തോന്നുന്നു. നെയിൽ പോളിഷ് റിമൂവർ. ഓക്കെ, ഞാൻ പെട്ടെന്ന് കാണിക്കുകയാണ്. കുറച്ചധികം ഐറ്റംസ് ഉണ്ട്. അങ്ങനെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു ഹെയർ ബാൻഡാണ് ഇത്. ഞാൻ വാങ്ങിച്ചിട്ടുണ്ട് നേരത്തെ, അതുകൊണ്ട് തന്നെ ഇത് ഞാൻ എഗെയിൻ ഒരു റീബൈ ആയിരുന്നു. ഇത് നല്ല സ്ട്രോങ് ആണ്, ഇത് വലിഞ്ഞൊന്നും പോവില്ല. അത്യാവശ്യം നല്ലൊരു ഹെയർ ബാൻഡാണ്. ഇതൊരു പാക്കറ്റിൽ 5 എണ്ണം ഉണ്ട്. ഇത് നല്ലൊരു ഹെയർ ബാൻഡാണ്. നമ്മൾ എത്ര ടൈറ്റായിട്ട് കെട്ടിയാലും ഇത് വലിഞ്ഞു പോവില്ല. ഇത് ഞാൻ പൊട്ടിക്കുന്നില്ല, ഇത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതൊരു ലെൻസാണ്. ഇത് ആക്ച്വലി നമ്മുടെ മൊബൈൽ ക്യാമറയിൽ നമുക്ക് വെക്കാവുന്ന ലെൻസാണ്. മൊബൈൽ ക്യാമറയിൽ ഇത് 30 to 90 mm ക്യാമറ ലെൻസാണ്. എനിക്ക് ഫോട്ടോഗ്രാഫി ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ തന്നെ ഞാൻ ഐ മേക്കപ്പ് ചെയ്യുമ്പം അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ചും കൂടെ ക്ലോസ് ആയിട്ടുള്ള ലെൻസ് എനിക്ക് വേണം. അതുകൊണ്ടാണ് ഞാനിത് പർച്ചേസ് ചെയ്തത്. ഇത് 30 to 90 mm ലെൻസാണ്. ഇത് ഈസി ആയിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതെന്താണാവോ? ഓക്കെ, നോക്കട്ടെ. അതിന് മുമ്പേ ഇത് നെയിൽ ആർട്ടിന് വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ബ്രഷാണ്. പക്ഷേ ഇത് നെയിൽ ആർട്ടിന് മാത്രമല്ല, ഇത് നമുക്ക് ഐലൈനറായിട്ടും ഐലൈനർ ആപ്ലിക്കേറ്ററായിട്ടും നമുക്കിത് യൂസ് ചെയ്യാം. ഓക്കെ, ഇത് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇതിൻ്റെ 2 സൈഡും നമുക്ക് ഓപ്പൺ ആക്കാൻ പറ്റും. അതായത് ഇത് കണ്ടോ, ഇങ്ങനെയല്ലേ? ഇതിനകത്ത് പിന്നെയും ഒരു കവറിങ് ഉണ്ട്. ഓക്കെ, ഇങ്ങനൊരു കവറിങ്. നല്ല പാക്കേജായിട്ട്, പാക്കേജിങ് എനിക്ക് ഇഷ്ടമായി. ഇത് അതിൻ്റെ കവറിങ് ആണ്. സോ ഇത് പേന പോലെ ഇരിക്കും. കണ്ടോ ആ ഒരു ടിപ്പിൻ്റെ ഒരു ഇത് കണ്ടോ, കാണാൻ പറ്റുന്നുണ്ടോ? ഓക്കെ, ഇത് കണ്ടോ, ഇത് നമുക്ക് നെയിൽ ആർട്ടിൻ്റെ ബ്രഷായിട്ടും യൂസ് ചെയ്യാം. അറ്റ് ദ സെയിം ടൈം ഇത് ഐലൈനർ ബ്രഷായിട്ട് യൂസ് ചെയ്യാം. എനിക്കിത് മിക്കവാറും ഞാൻ ഐലൈനർ ബ്രഷായിട്ട് തന്നെ യൂസ് ചെയ്യും. കാരണം ഐലൈനിങ്, ഐ ഷാഡോ അപ്ലിക്കേഷൻ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. സോ ഇത് 2 സൈഡുണ്ട്. 2 സൈഡിലും 2 ബ്രഷുണ്ട്. ഒരു സൈഡിൽ ഒരു ചെറിയ ബ്രഷ്, ഒരു സൈഡിൽ ഒരു വലിയ ബ്രഷ്, ഇങ്ങനെ 2 ബ്രഷുണ്ട്. സോ ഇത് ഭയങ്കര ഭംഗിയായിട്ട് എനിക്ക് തോന്നി. പിന്നെ നമുക്ക് ഈസി ടു ക്യാരിയാണ്, യൂസ്ഫുള്ളാണ് ഭയങ്കരമായിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഇത് വാങ്ങിച്ചത്. ഇത് നല്ലൊരു ബൈ ആണിത്. സോ ഇതൊക്കെ അന്വേഷിക്കുന്നവർക്ക് ഇത് ഷീനിൽ അവൈലബിൾ ആണ്. ഞാൻ ഈ ഓൺലൈൻ പർച്ചേസ് നടത്തിയത് ഷീനിൽ നിന്നാണ്. ഞാൻ പറ്റുമെങ്കിൽ ഇതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ പേസ്റ്റ് ചെയ്യാം, നിങ്ങൾക്കത് പർച്ചേസ് ചെയ്യാൻ പറ്റും. ഇതൊന്നും കോസ്റ്റ്ലി അല്ല. 3 റിയാൽസ്, 4 റിയാൽസ്, 5 റിയാൽസ് ഒക്കെ ഉള്ളൂ. ഈ ഇതില്ലേ നമ്മുടെ ഹെയർ ബാൻഡ്, ഇതൊക്കെ 5 റിയാൽസിൻ്റെ ഐറ്റംസാണ്. അതിൻ്റെ ക്വാളിറ്റി ഉള്ള ഐറ്റംസാണ്. ഇനി അടുത്ത പർച്ചേസ് നോക്കട്ടെ. യെസ്, ഇത് എനിക്ക് ഭയങ്കര, ഞാൻ കുറേ നാളുകൊണ്ട് വേണം പിന്നെയും കാർട്ടിലെടുത്തിടും, പിന്നെയും വേണോ എന്നൊക്കെ ചിന്തിച്ച് അവസാനം വാങ്ങിച്ചൊരു പർച്ചേസാണ്. ഇത് മിററാണ്. ഓക്കെ, ഇത് മിററാണ്. വാവ്, ഇത് ഓ മൈ ഗോഡ്, വാട്ട് ഹാപ്പൻഡ്? ഓക്കെ, ഇതിൻ്റെ ഒരു ഭാഗത്ത് ഇളകിയിരിക്കുന്ന ഒരു മിനിറ്റ്. ഓക്കെ, ഇത് ഞാൻ ഇപ്പോൾ ഫിക്സ് ചെയ്തു. സോ ഇത് മിററാണ്. ഒരു ഭാഗത്ത് നമുക്ക് നോർമൽ വിഷനും ഒരു ഭാഗത്ത് നമുക്ക് നല്ല രീതിയിൽ ബിഗ് വിഷൻ കാണാൻ പറ്റുന്നോ നിങ്ങൾക്ക്? ഉണ്ടോ? ഓക്കെ, അതായത് ഇത് ആക്ച്വലി ഇത് മേക്കപ്പിന് ഭയങ്കര യൂസ്ഫുള്ളാണ്. നമുക്കിപ്പം ഫോർ എക്സാമ്പിൾ ഏതെങ്കിലും ഒരു മാർക്കോ കാര്യങ്ങളോ അതുപോലെ തന്നെ ഐ ഷാഡോ ഒക്കെ ആണെങ്കിലും ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. ഐ ഷാഡോ അതാണ് മെയിൻലി, ഇതൊക്കെ ക്ലോസ് ആയിട്ട് കാണാൻ പറ്റും. അതാണ് ഈ ഒരു മിററിൻ്റെ പ്രത്യേകത. ഇത് നാട്ടിലുമുണ്ട്, ഇത് ഭയങ്കര കോമൺ ആയിട്ടുള്ളൊരു സാധനമാണ്. പക്ഷേ ഈ ഒരു സെയിം സൈസിൽ, കറക്റ്റ് സൈസിൽ നല്ല ക്വാളിറ്റി ആയിട്ട് എനിക്ക് കിട്ടി. ഇതിന് ഒരു സ്റ്റാൻഡുണ്ട്. ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യണം. ഓക്കെ, ഇത് സ്ക്രൂ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് സ്ക്രൂ ഉണ്ട്. നമുക്ക് സ്ക്രൂ ചെയ്തിട്ട് ഈ സ്റ്റാൻഡ് ഫിക്സ് ചെയ്യണം. ബ്യൂട്ടിഫുൾ ടേബിൾ മിറർ. സോ ഇത് നല്ല രസമുണ്ട്. ഓക്കെ, ഇത് നല്ലൊരു പർച്ചേസാണ്. നല്ല ക്വാളിറ്റിയുള്ള മിറർ കേട്ടോ. പിന്നെ ചില മിറർ നമ്മൾ വാങ്ങിക്കുമ്പോൾ ഭയങ്കര ഫേഡൊക്കെ ആയിട്ട് തോന്നും, പക്ഷേ ഇത് നല്ല ക്വാളിറ്റി ഉണ്ട്. പിന്നെ അടുത്തതെന്ന് പറഞ്ഞാൽ
ഇത് ലാസ്റ്റാണ്. സോ അടുത്ത പർച്ചേസ് എന്ന് പറഞ്ഞാൽ നോക്കട്ടെ. ഓക്കെ, ഓക്കെ, ഇത് ട്രൈപോഡാണ്. ഇത് ട്രൈപോഡ് വിത്ത് റിം ലൈറ്റ്. ഓക്കെ, കാരണം എൻ്റെ റിം ലൈറ്റ് ഞാൻ നേരിട്ട് ഷോപ്പിൽ പോയി വാങ്ങിക്കാൻ നോക്കി, പക്ഷേ എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. പിന്നെ കളക്ഷൻസും ഭയങ്കര കുറവായിരുന്നു. അതുകൊണ്ട് ഞാൻ ഷീനിൽ നിന്ന് ഓർഡർ ചെയ്തതാണ് ഈ ഒരു ട്രൈപോഡ് വിത്ത് റിം ലൈറ്റ്. ഓക്കെ, എന്നിട്ട് ഇത് ഞാൻ ഇതിനകത്ത് ഒരുപാട് കണക്ട് ചെയ്യുന്ന സാധനങ്ങൾ ഇങ്ങനെ ഇട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഞാൻ അത് പൊട്ടിക്കുന്നില്ല, ഇതുപോലെ ഇരിക്കട്ടെ. അതുപോലെ തന്നെ ലൈറ്റാണ്, എന്തെങ്കിലും സംഭവിച്ചാൽ പിന്നെ അത് പ്രശ്നമാവും. റിട്ടേണൊക്കെ ഭയങ്കര പാടാണ്. അതുകൊണ്ട് ഇതാണ് ലാസ്റ്റ് ഐറ്റം. ഇതൊരു ട്രൈപോഡ് വിത്ത് റിം ലൈറ്റ്. എന്നിട്ട് ഇത് ഞാൻ സെയിം കവറിൽ തന്നെ അങ്ങ് ഇട്ട് വെച്ചേക്കാം. ഇത് കണക്ട് ചെയ്യുന്ന സമയത്ത് എടുക്കാം. ഇതും ഞാനൊരു ഷോർട്സ് ആയിട്ട് ഇടാൻ പറ്റുമെങ്കിൽ. ഇപ്പോൾ കുറേ ഷോർട്സ് ആയല്ലേ, ഇപ്പോൾ എല്ലാവർക്കും ഷോർട്സ് അല്ലേ ഇഷ്ടം, അതുകൊണ്ടാണ് ഷോർട്സ് ആയിട്ട് ഇടുന്നത്. അന്നേരം ഇത്രയൊക്കെ സാധനങ്ങളാണ് ഞാൻ വാങ്ങിച്ചത്. ഇത് 2 ദിവസമായിട്ട് ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അന്നേരം ഇന്ന് ഇത് എല്ലാം നമ്മൾ ഓപ്പൺ ചെയ്തു. ഇതൊന്നും സ്പോൺസേർഡ് ഐറ്റംസ് അല്ല, ഇതെൻ്റെ യൂട്യൂബ് ചാനൽ ഞാൻ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തതേ ഉള്ളൂ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സോ ഞാൻ ഉപയോഗിച്ചിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് സാധനങ്ങൾ ഞാൻ റീപർച്ചേസ് ചെയ്തിട്ടുണ്ട്. അത് ഞാൻ ഇതിനകത്ത് കാണിച്ചിട്ട് ഇത്രയൊക്കെ ഉള്ളൂ ഈ വീഡിയോ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ കരുതുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. അറ്റ് ദ സെയിം ടൈം നിങ്ങൾ ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ട് നിങ്ങൾ ഷെയർ ചെയ്യണം. പിന്നെ പറ്റുമെങ്കിൽ ലൈക്കൊക്കെ ചെയ്യണം കേട്ടോ. ഓക്കെ, വൺസ് അഗൈൻ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ ചാനൽ. ഐ ലവ് യു ഓൾ ഫ്രം മൈ ഹാർട്ട്. ബൈ ബൈ.